ഫിഫ 2022 ലോകകപ്പ് മത്സരത്തിൽ സ്വന്തമാക്കിയ കിരീടം അർജന്റീനയുടെ മധ്യസ്ഥ വിശുദ്ധിയായ അവർ ലേഡി ഓഫ് ലുജാന്റെ നാമധേയത്തിലുള്ള പ്രശസ്തമായ ലുജാൻ ബസിലിക്ക ദേവാലയത്തിൽ എത്തിച്ചു. കിരീട നേട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള നന്ദി സൂചകമായാണ് രാജ്യത്തെ സോക്കർ അസോസിയേഷന്റെ അധ്യക്ഷൻ ക്ലൗഡിയോ ടപ്പിയയുടെ നേതൃത്വത്തിൽ ട്രോഫി അർജന്റീനയിലെ ബസിലിക്ക ദേവാലയത്തിലേക്ക് എത്തിച്ചത്. വിശ്വാസത്തിൽ വീണ്ടും ജനിച്ചതിന്റെ ഓർമ്മദിനമായ ജ്ഞാനസ്നാന ദിനം ആത്മീയ ജന്മദിനമായി വർഷം തോറും ആഘോഷിക്കണമെന്ന് വിശ്വാസികളോട് വീണ്ടും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. മാമോദീസയിലൂടെ ക്രൈസ്തവരായ സുദിനം ഏവരും അന്വേഷിച്ചറിയണമെന്നും അന്നേ ദിനം സവിശേഷമാം വിധം ആചരിക്കണമെന്നും പാപ്പ പറഞ്ഞു. വാഷിംഗ്ടൺ DC-യിലെ വത്തിക്കാൻ അപ്പസ്തോലിക കാര്യാലയം സന്ദർശിച്ച് വിടവാങ്ങിയ മുൻ പാപ്പ ബെനഡിക്ട് 16 ആദരാഞ്ജലികൾ അർപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. എമിറേറ്റസ് ബെനഡിക്ട് 16 പാപ്പയുടെ വേർപാടിൽ അമേരിക്കയിലെ മുഴുവൻ കത്തോലിക്കരുടെയും ദുഃഖത്തിൽ താനും പങ്കുചേരുന്നതായി അനുശോചന പുസ്തകത്തിൽ ആമുഖമായി രേഖപ്പെടുത്തിയ ബൈഡൻ, കാലം ചെയ്ത പാപ്പ ഒരു മികച്ച പണ്ഡിതനും യഥാർത്ഥ വിശുദ്ധനുമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പേപ്പൽ കാലയളവിൽ വത്തിക്കാൻ സന്ദർശിച്ച കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ മഹാനായ ദൈവശാസ്ത്ര പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നും അദ്ദേഹത്തിന്റെ ആത്മാവ് കർത്താവിൽ വിശ്രമിക്കട്ടെ എന്നും ബൈഡൻ കുറിച്ചു. തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വയനാട് ചുണ്ടയിലെ വിശുദ്ധ യൂദാ തദേവൂസിന്റെ തിരുനാൾ നടത്തപ്പെട്ടു. ജനുവരി 8 ആഘോഷമായ വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാൾ നടത്തപ്പെട്ടത്. നാനാജാതി മതസ്ഥരായ ആളുകൾ തിരുനാളിൽ പങ്കെടുത്തതായി ഇടവക വികാരി ഫാദർ എബ്രഹാം ആകാശാലയിൽ വ്യക്തമാക്കി. യുദ്ധം മൂലം മക്കളെ നഷ്ടപ്പെട്ട യുക്രൈനിയൻ റഷ്യൻ അമ്മമാരെ ഞായറാഴ്ചത്തെ ത്രികാല ജപ പ്രാർത്ഥനാവേളയിൽ പ്രത്യേകം അനുസ്മരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. യുദ്ധം അവസാനിക്കാനും യുദ്ധത്തിൽ ഇരുവശത്തുമുള്ള സൈനികർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുമായി അഭ്യർത്ഥിച്ച പാപ്പ, യുദ്ധത്തിന്റെ വിലയായി നൽകേണ്ടി വരുന്നത് അനേകരുടെ ജീവനാണെന്നും വേദനയോടെ പങ്കുവച്ചു. 50ാം പ്രതിവർഷ മാർച്ച് ഫോർ ലൈഫ് ജനുവരി 20 വാഷിംഗ്ടൺ DC-യിൽ നടക്കും. കുപ്രസിദ്ധ റോ വേഴ്സസ് വേഡ് വിധി അസാധുവാക്കിയതിനു ശേഷമുള്ള ആദ്യ വാർഷിക റാലിക്കായി ലക്ഷക്കണക്കിന് പ്രോ ലൈഫ് വക്താക്കൾ വാഷിംഗ്ടൺ DC-യിൽ എത്തിച്ചേരുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. 7 വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോകുകയും 5 മാസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുകയും ചെയ്ത വൈദികൻ ഫാദർ ജാക്വസ് മൗറാദ് സിറിയയിലെ ഹോംസിലെ ആർച്ച് ബിഷപ്പായി നിയമിതനായി. തീവ്രവാദികളുടെ പിടിയിലായിരുന്ന സമയത്ത് ക്രൈസ്തവ വിശ്വാസം തള്ളിക്കളഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എങ്കിലും തന്റെ ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ച അദ്ദേഹത്തെ സിറിയൻ സഭയുടെ മെത്രാൻ സിനഡ് ആർച്ച് ബിഷപ്പായി അംഗീകരിക്കുകയും വത്തിക്കാൻ ഇത് സ്ഥിരീകരിക്കുകയുമായിരുന്നു.